ഹെർമൻ ഗറിംഗ് ചരിത്രത്തിൽ ഹിറ്റ്ലറിനൊപ്പം ചേർത്തു വായിക്കപ്പെടുന്ന ഒരു പേര്. നാസി ജർമ്മനിയിൽ ഹിറ്റ്ലറുടെ നിയുക്ത പിൻഗാമിയും സെക്കൻഡ് ഇൻ കമാൻഡുമായിരുന്ന ഹെർമൻ ഗറിംഗിന്റെ കുറ്റവിചാരണയാണ് ന്യൂറംബർഗ് എന്ന സിനിമ. ഓസ്കർ ജേതാക്കളായ റസൽ ക്രോവും റാമി മാലിക്കും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ഹിസ്റ്റോറിക്കൽ ഡ്രാമ ചരിത്രത്തിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടമാണ്. ദ നാസി ആൻഡ് ദ സൈക്യാട്രിസ്റ്റ് എന്ന പേരിൽ ജാക്ക് എൽഹായ് എഴുതിയ പുസ്തകമാണ് കഴിഞ്ഞ വർഷം അവസാനം പുറത്തിറങ്ങിയ ന്യൂറംബർഗ് എന്ന സിനിമയുടെ പ്രധാന പ്രചോദനം. ജർമ്മനിയിലെ ന്യൂറംബർഗിൽ വെച്ച് നടന്ന ഹെർമൻ ഗറിംഗിന്റെയും മറ്റ് നാസി ഹൈക്കമാൻഡ് അംഗങ്ങളുടെയും ചരിത്രപ്രസിദ്ധമായ വിചാരണയെക്കുറിച്ച് നിരവധി സിനിമകൾ നമുക്ക് മുന്നിലുണ്ട്. എങ്കിലും നാസി തടവുകാരുടെ മനോനില നിരീക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ട ഡഗ്ലസ് കെല്ലി എന്ന സൈക്യാട്രിസ്റ്റും ഹെർമൻ ഗറിംഗുമാണ് ഈ സിനിമയിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ. ഡോക്ടർ കെല്ലി ഹെർമൻ ഗറിംഗുമായി ഉണ്ടാക്കിയെടുത്ത മാനസിക അടുപ്പവും നാസികളുടെ മനോനിലയെക്കുറിച്ചുള്ള വിശകലനവും അത് പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതത്തെ എങ്ങനെ ബാധിച്ചു എന്നതുമാണ് ന്യൂറംബർഗ് എന്ന സിനിമ നിരീക്ഷിക്കുന്നത്. ജൂതന്മാരെ സ്വന്തം രാജ്യത്ത് അന്യരാക്കി നാസികൾ നിയമങ്ങൾ പാസാക്കിയ അതേ ന്യൂറംബർഗിൽ വെച്ച് തന്നെ വർഷങ്ങൾക്ക് ശേഷം അത് പാസാക്കിയവരുടെ മരണവിധിയും വന്നുവെന്നതാണ് ടൈറ്റിലിന്റെ പ്രത്യേകത. തിയേറ്റർ റിലീസിന് ശേഷം ജനുവരി 5 മുതൽ ആമസോൺ പ്രൈമിൽ സിനിമ സ്ട്രീം ചെയ്യുന്നുണ്ട്. ഓസ്കർ ജേതാവ് റസൽ നോട്ടത്തിലും നടപ്പിലും ഹിറ്റ്ലറിന്റെ വലം കൈയായ ഗറിംഗിനെ അസാധ്യ മെയ്വഴക്കത്തോടെ പകർന്നാടുന്നു. മറ്റൊരു ഓസ്കർ ജേതാവ് റാമി മാലിക്കാണ് സൈക്യാട്രിസ്റ്റായി എത്തുന്നത്. ഓസ്കർ മുന്നിൽ കണ്ടുള്ള പ്രകടനം രണ്ടുപേരും കാഴ്ചവെക്കുന്നു. വിചാരണക്കിടയിൽ ഗറിംഗും കെല്ലിയും തമ്മിലുള്ള ഒരു ഇമോഷണൽ ബോണ്ട് രൂപപ്പെട്ടിരുന്നു. 22 സെൽസ് ഇൻ ന്യൂറംബർഗ് എന്ന പേരിൽ 1947 അദ്ദേഹം ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തിരുന്നു. ഏതൊരു സാധാരണക്കാരനെ പോലെ തന്നെയാണ് നാസികളും. പൈശാചികർക്ക് പകരം അവർ ഈ കാലഘട്ടത്തിന്റെ സൃഷ്ടികളാണെന്നും സമാന സാഹചര്യത്തിൽ ലോകത്തെവിടെയും ഇത് സംഭവിക്കാമെന്നും അദ്ദേഹം ആ ബുക്കിൽ പറയുന്നു. ഗറിംഗിനെ അടുത്തറിഞ്ഞ് കെല്ലി അങ്ങനെ എഴുതിയത് അന്ന് പലർക്കും ബുദ്ധിമുട്ടുണ്ടാക്കി. വിചാരിച്ച രീതിയിൽ ബുക്ക് സ്വീകരിക്കപ്പെടാത്തതും തന്റെ ആശയം ലോകം അംഗീകരിക്കാത്തതും ഡോക്ടർ കെല്ലിയെ തകർത്തു. ഒടുവിൽ ഹിറ്റ്ലറിന്റെ അനുയായി ഗറിംഗിന്റെ വിധി തന്നെ കെല്ലിയെയും തേടിയെത്തി. 2.5 മണിക്കൂർ നീണ്ട സൈക്കോളജിക്കൽ ത്രില്ലർ സിനിമയിൽ നാസി കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ മനുഷ്യജടങ്ങൾ അടുങ്ങിക്കിടക്കുന്നതും എല്ലും തോലുമായ മനുഷ്യരുടെ ഭീകരമായ ദൃശ്യങ്ങളും അതേപടി കാണിക്കുന്നുണ്ട്. ഇന്നും ലോകത്ത് പല കോണിലും യുദ്ധം തുടരുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന അതേ ഭീകരതയാണ് വീണ്ടും ആവർത്തിക്കുന്നതെന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ദൃശ്യങ്ങളും ന്യൂറംബർഗ് എന്ന സിനിമയും.